next question, find the coefficient of x raised to 5 in x plus 3 the whole raised to 8. x plus 3 the whole raised to 8 expand ചെയ്യുമ്പോൾ x raised to 5 ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് TR plus 1 എന്താണെന്ന് അറിയാം അല്ലേ? TR plus 1 equal to NCR A raised to n minus R into B raised to R ആണ്. നമുക്കിവിടെ എൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? n ഈക്വൽ ടു 8, a ഈക്വൽ ടു എക്സ്, b ഈക്വൽ ടു 3. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ TR plus 1 ഈക്വൽ ടു NCR 8CR ഇൻറ്റു a റേസ് ടു n മൈനസ് ആർ. a എന്ന് പറയുന്ന എക്സ്, എക്സ് റേസ് ടു n എന്ന് പറയുന്ന 8, 8 മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ, ബി എന്ന് പറയുന്നത് 3, 3 റേസ് ടു ആർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് എക്സ് റേസ് ടു 8 മൈനസ് ആർ ഇൻറ്റു 3 റേസ് ടു ആർ എന്നല്ലേ, ഈ എക്സ് റേസ് ടു 8 മൈനസ് ആറിന് നമുക്ക് എസ് റേസ് ടു 5 ആണെന്ന് വിചാരിക്കുക. അപ്പം എക്സ് റേസ് ടു 8 മൈനസ് ആർ ഈക്വൽ ടു എക്സ് റേസ് ടു 5 ആണെങ്കിൽ 8 മൈനസ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 മൈനസ് ആർ ഈക്വൽ ടു 5, ദെൻ ആർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 8 മൈനസ് 5 ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ആർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. അത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടും. അപ്പോൾ ഇവിടെ TR plus 1, അപ്പോൾ എന്ത് വരും? T4 ഈക്വൽ ടു 8CR, 8C ആറിൻ്റെ സ്ഥാനത്ത് 8C3 ഇൻറ്റു എക്സ് റേസ് ടു 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ഇൻറ്റു 3 റേസ് ടു 6, 3 ക്യൂബ് അല്ലേ, ഈക്വൽ ടു നമുക്കിതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് കാണേണ്ടത്, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5. അപ്പോൾ 8C3 നമുക്ക് എങ്ങനെ എഴുതാം? 8C3 NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇത് വെച്ചിട്ട് നമുക്ക് 8C3 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 3 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു എക്സ് റൈസ് ടു 5 ഈക്വൽ ടു 8 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 ഫാക്ടോറിയലിനെ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ, ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു എക്സ് റൈസ് ടു 5. ദെൻ ഈ 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും ക്യാൻസലായി പോവും. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 6 ആണ്. 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6, 6ഉം ക്യാൻസലായി പോവും. ദെൻ വരുന്നത് 8 ഇൻറ്റു 7 ഇൻറ്റു 3 ക്യൂബ്, 3 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ഇൻറ്റു എക്സ് റൈസ് ടു 5. അപ്പോൾ നമുക്ക് എഴുതാം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 5 എന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 5, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 5 ഈക്വൽ ടു 8 ഇൻറ്റു 7 ഇൻറ്റു 27. ഇതെന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1512 എന്ന് കിട്ടും. നമുക്കിന്ന് ബൈനോമിയൽ തിയറത്തിൽ നിന്നുള്ള പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോർത്ത് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 2y ദി ഹോൾ റേസ് ടു 12. എക്സ് മൈനസ് 2y ദി ഹോൾ റേസ് ടു 12 അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള ഫോർത്ത് ടേമാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? TR plus 1 ഈക്വൽ ടു NCR A റേസ് ടു n മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ. ഇവിടെ എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്? ഫോർത്ത് ടേം ആണ്. അപ്പോൾ R plus 1 ഈക്വൽ ടു 4.
അങ്ങനെയാണെങ്കിൽ r ഈക്വൽ ടു 4 മൈനസ് 1 3. a ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് എന്താണ്? എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് -2y. ദെൻ n ഈക്വൽ ടു റേസ് ടു പവർ എന്ന് പറയുന്നത് 12 അല്ലേ, അപ്പോൾ n ഈക്വൽ ടു 12. ഇനി എന്താണ്? n മൈനസ് ആർ ഈക്വൽ ടു 12 മൈനസ് 3 9. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. TR പ്ലസ് 1 T4 ഈക്വൽ ടു NCR. NCR എന്ന് പറയുമ്പോൾ 12C3 ഇൻറ്റു എ റേസ് ടു n മൈനസ് ആർ, റേസ് ടു n മൈനസ് ആർ എന്ന് പറയുന്നത് 9, ബി റേസ് ടു ആർ മൈനസ് 2y ദി ഹോൾ റേസ് ടു 3 ഈക്വൽ ടു ക്ലാസ്സിൽ പഠിച്ചാണ് NCR. എന്താണ് NCR? NCR ഈക്വൽ ടു ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. അത് വെച്ചിട്ട് നമുക്ക് 12C3 എങ്ങനെ എഴുതാം? 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 12 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 9 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു 9 മൈനസ് 2y ദി ഹോൾ ക്യൂബിന് നമുക്ക് -2ൻ്റെ ക്യൂബ്, -2ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ -8 ഇൻറ്റു y ക്യൂബ് എന്ന് എഴുതാം. നമുക്ക് ഈ 12 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? ഈ 9 ഫാക്ടോറിയലും 12 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കറിയാം n ഫാക്ടോറിയലിന് നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ, അല്ലെങ്കിൽ n ഫാക്ടോറിയലിന് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് 12 ഫാക്ടോറിയലിന് 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ ഇൻറ്റു -8 എക്സ് റൈസ് ടു 9 y ക്യൂബ്. ഈ 9 ഫാക്ടോറിയലും 9 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെന്ന് വെച്ചാൽ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ, അപ്പം 6. ഈ 6ഉം ഈ 12-നകത്തുനിന്നൊരു 6 കൂടെ പോയാൽ 2. മുകളിൽ പിന്നെ എന്തൊക്കെയുണ്ട്? 2 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു -8 ഇൻറ്റു എക്സ് റൈസ് ടു 9 y ക്യൂബ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1760 എക്സ് റൈസ് ടു 9 y ക്യൂബ് എന്ന് കിട്ടും. അപ്പം എക്സ് മൈനസ് 2y ദി ഹോൾ റൈസ് ടു 12നെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള 4th ടേം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതാണ് നമുക്ക് 4th ടേം ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ബൈനോമിയൽ തിയറത്തിലെ ബാക്കി പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.